എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നേവി ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ നൽകാവുന്നതാണ്. വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇതുകൂടാതെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് 40,000-40,000 ഗ്രൂപ്പ് ഡി ഒഴിവുകളിലേക്കുള്ള അപേക്ഷയുടെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. LICയുടെ ഇഷ്ടം പോലെ 10,000-കണക്കിന് വേക്കൻസിയുടെ അസിസ്റ്റന്റിന്റെ വേക്കൻസിയുടെ അതിന്റെ ഷോർട്ട് നോട്ടീസും വന്നിട്ടുണ്ട്. ഞാൻ കലാം സുബോധ് അബ്ദുൽ കലാം ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ നേവിയെ വിളിച്ചിട്ടുള്ള ഒരു വേക്കൻസിയെ കുറിച്ചാണെന്നുള്ളതാണ്. അതായത് കാഡറ്റ് എൻട്രി സ്കീമിലേക്ക് ബിടെക് എൻട്രി സ്കീമിലേക്ക് ഇന്ത്യൻ നേവി അപേക്ഷ ക്ഷണിച്ചിരിക്കുക എന്നുള്ളത്. അതിനുവേണ്ട യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സാകുക എന്നുള്ളതാണ്. 70% മാർക്കോട് +2 പാസ്സാവുക, 50% മാർക്കോട് SLCയുടെയോ അല്ലെങ്കിൽ +2ന്റെയോ ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അതിന് കൂടാതെ 2-1-2006 അല്ലെങ്കിൽ 1-7-2008 ഇടയിൽ ജനിച്ചവരേക്കണം. അതായത് 16-ന്റെയും 18-ന്റെയും. ഇത് കൂടാതെ വേണ്ടത് JEEയുടെ 2024 പരീക്ഷ പാസ്സായിട്ടുള്ള റാങ്ക് ലിസ്റ്റ്, അതായത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിന്റെ ഇതും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത്രയുമാണ് അതിന് വേണ്ട മിനിമം റിക്വയർമെന്റ് എന്നുള്ളതാണ്. 4 വർഷത്തെ ബിടെക്കിന്റെ കോഴ്സ് ജൂലൈ 2025 തുടങ്ങുകയാണ്. ജവഹർലാൽ നെഹ്റുവാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് പറ്റുള്ള കാര്യങ്ങൾ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെർമനന്റ് കമ്മീഷൻ ഓഫീസറായിട്ട് നിങ്ങൾ ഇന്ത്യൻ നേവിയിൽ നിയമിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഇന്ത്യൻ നേവി പെർമനന്റ് കമ്മീഷൻ ഓഫീസർ അല്ലെങ്കിൽ ഷോർട്ട് കമ്മീഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമനന്റ് കമ്മീഷൻ ഓഫീസർ അപ് ടു 60 years നിങ്ങൾക്ക് അതിൻ്റെ സേവനം നടത്താൻ കഴിയും. അതേസമയം ഷോർട്ട് കമ്മീഷൻ ഓഫീസർ 14 വർഷം അല്ലെങ്കിൽ 20 വർഷം, അതാണ് അതിൻ്റെ മാക്സിമം കാലാവധി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വർഷത്തെ 5 പൈസ ചിലവില്ലാതെ നമുക്ക് സ്റ്റൈപ്പൻഡോടുകൂടി അത് പഠിക്കാനും അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടാനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനന്റ് കമ്മീഷൻ ഓഫീസറായിട്ട് നിങ്ങളെ ഇന്ത്യൻ നേവിയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ടത്. അപേക്ഷ സ്വീകരിക്കുന്നത് 6-12-2024 മുതൽ 20-12-2024 വരെയാണ് ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂയുടെ സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിന് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ 3 ടയർ AC ചുമ്മാ അങ്ങോട്ട് പോകാം എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. 5 പൈസ ചിലവില്ലാതെ ഇന്റർവ്യൂവിന് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു 3 പരിപാടികൾ എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ പോളിഫിക്സ് വെരിഫിക്കേഷൻ ഉണ്ടാവും, അതുകൊണ്ട് ക്യാരക്ടർ വെരിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള പരിപാടികളും കൂടി ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. JEEയുടെ മെയിൻ എക്സാമിനേഷൻ്റെ എക്സാം എഴുതിയതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. മാർച്ച് 2025 സർവീസ് സെലക്ഷൻ പോർഷൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. നിങ്ങളുടെ മാർക്കിൻ്റെ സ്കോറിനനുസരിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ വിളിക്കുക. അതിനുള്ള സെൻറ്റേഴ്സ് പറയുന്നത് ബാംഗ്ലൂരുണ്ട്, ഭോപ്പാലുണ്ട്, കൊൽക്കത്തയുണ്ട്, വിശാഖപട്ടണം. ഈ 4 സ്ഥലത്താണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് മനസ്സിലാക്കുക. 3 ടയർ AC-യിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ കഴിയുമെന്ന് കൂടി മനസ്സിലാക്കുക. കോഴ്സ് തുടങ്ങുന്നത് ജൂലൈ 2025 വളരെ വൈകാതെ തന്നെ നിങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളതാണ്. അപേക്ഷ സ്വീകരിച്ചിട്ടില്ല. 6-12-2024 മുതൽ 20-12-2024 വരെയാണെന്ന് കൂടി മനസ്സിലാക്കുക. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാകുമെന്ന് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് തുടർന്നുള്ള വായനയ്ക്ക് JEE മെയിൻ എഴുതിയിട്ടുള്ളവർക്ക് ഇത് അപേക്ഷ കഴിയും. JEE മെയിൻ എഴുതിയിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനീ പറയുന്ന തുടർന്ന് വരുന്ന വേക്കൻസികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ കൂടി അമർത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ, പുതിയൊരു വേക്കൻസിയെ കുറിച്ച് പറയുന്നവരെ ഗുഡ് ബൈ.